നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൂലോകത്തേക്ക് സർവാധിനാഥൻ നമ്മളെ സൃഷ്ടിച്ചു വിട്ടപ്പോൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് സംവിധാനങ്ങളുമുള്ള, ഒരുപാട് അനുഗ്രഹങ്ങളുള്ള, സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിൽ എനിക്ക് ജനിക്കാൻ പറ്റി എന്നതല്ല. ഏറ്റവും നല്ല ഒരു ചുറ്റുപാടിലൂടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കാത്ത ഒരു സിറ്റുവേഷനിലൂടെ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നു, പട്ടിണിയും പരിവട്ടവും ഇല്ലാതെ സാധിക്കുന്നു എന്നതുമല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ ഹിദായത്ത് ലഭിച്ചു എന്നുള്ളതാണ്. കാരണം ഈ വെളിച്ചം നുകരാൻ ഭാഗ്യം ലഭിക്കാത്ത, ഈ വെളിച്ചത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ജീവിച്ച് മരിച്ച് മണ്ണോട് ചേർന്ന് വൃഥാ മരിച്ചു പോകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പരിശുദ്ധ ഖുർആനിന്റെ ആളുകളാണെന്ന് പറയുന്നു. ഞാൻ ഓതിവെച്ച ആയത്ത് സൂചിപ്പിക്കുന്നത് അതാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക, അല്ലയോ പ്രവാചകരെ, തീർച്ചയായിട്ടും ഈ വേദഗ്രന്ഥം താങ്കൾക്ക് ഞാൻ അവതരിപ്പിച്ചു തരികയാണ്. എന്നിട്ട് അതിൻ്റെ കാരണം എന്താണെന്നും ഫലം എന്താണെന്നും ആവശ്യകത എന്താണെന്നും ഈ ഒരു ചെറിയ ആയത്തിൽ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ ആകത്തുക ലക്ഷ്യം എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകനോട് പറയുകയാണ്, കിതാബുൻ അൻസൽനാഹു ഇലൈക, നബിയെ, താങ്കൾക്ക് നാം ഈ വേദഗ്രന്ഥത്തെ ഇറക്കി തന്നിരിക്കുന്നത് ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലന്നൂർ. വളരെ ഗൗരവത്തോടുകൂടി അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. അത് ഖുർആനിന്റെ ആളുകളാണെന്ന് നമ്മൾ പറയുമ്പോൾ, ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ഇരുട്ടിൽ നിന്നും മനുഷ്യരെ വെളിച്ചത്തിലേക്കും ഹിദായത്തിലേക്കും സന്മാർഗത്തിലേക്കും മാർഗദർശനത്തിലേക്കും കൈപിടിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്യം, ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്യം നിർവഹിക്കാൻ വേണ്ടിയാണ് ഈ വേദഗ്രന്ഥം ഇറക്കിയിരിക്കുന്നത് എന്ന്. എങ്ങോട്ടാണ് അവരെ നയിച്ചു കൊണ്ടുപോകേണ്ടത്? ബിഇദ്നി റബ്ബിഹിം, റബ്ബിന്റെ അനുമതിയോട് കൂടി, ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, സ്തുത്യർഹനും പ്രതാപശാലിയുമായ പടച്ച തമ്പുരാന്റെ സിറാത്തിലേക്കാണ് ആളുകളെ നയിക്കേണ്ടത് എന്ന്. അപ്പോ ഖുർആനിന്റെ ലക്ഷ്യം എന്താണെന്നും ഖുർആനിന്റെ ആളുകളുടെ ലക്ഷ്യം എന്താണെന്നും പ്രവർത്തനം എന്തായിരിക്കണമെന്നും ഈ ചെറിയൊരായത്ത് നമ്മെ സൂചിപ്പിക്കുന്നു. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏതാനും കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. അന്ധവിശ്വാസം, അനാചാരങ്ങൾ, അതുപോലെ തന്നെ ദുരാചാരങ്ങൾ, ആചാരങ്ങൾ, ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അകപ്പെട്ട് തപ്പിത്തടഞ്ഞു പോകുന്ന മനുഷ്യ വിഭാഗത്തെ, ദിശയറിയാതെ ദിക്കറിയാതെ ഹിദായത്തറിയാതെ അന്ധകാരങ്ങളിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന മനുഷ്യരെ നേർമാർഗമാകുന്ന പ്രകാശത്തിലേക്ക് നയിച്ചു കൊണ്ടുവരിക എന്നതാണ് പരിശുദ്ധ ഖുർആനിന്റെ ലക്ഷ്യം. ആ വെളിച്ചത്തിലേക്കാണ് ഖുർആൻ വഴി കാണിക്കുന്നത് മനുഷ്യനെ.
ഇത് മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും അതിമഹത്തായ ഒരു അനുഗ്രഹവുമാണ്. കാരണം ഈ ഖുർആൻ മനുഷ്യനിലുണ്ടാക്കിയ പരിവർത്തനവും വിപ്ലവവും എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മളൊക്കെ. ഖുർആൻ അവതീർണമാകുന്ന കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ചരിത്രത്തിലേക്ക് വല്ലാതെ കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും നമ്മൾ ആലോചിച്ചു പോവുകയാണ്. ഈ പരിശുദ്ധ ഖുർആൻ അവതീർണമാകുന്ന കാലഘട്ടത്തിൽ ആ ജനവിഭാഗത്തിന്റെ സ്ഥിതിവിഗതികളും അവസ്ഥയും എപ്രകാരമായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇരുണ്ട യുഗം എന്നറിയപ്പെട്ടിരുന്ന അന്ധകാര നിബിഡമായ ഒരു ജനവിഭാഗത്തിലേക്കാണ് പരിശുദ്ധ ഖുർആന്റെ വെള്ളി വെളിച്ചം കടന്നു വരുന്നത്. ജാഹിലിയ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന, ഒരർത്ഥത്തിലും സന്മാർഗം എന്താണെന്നോ വെളിച്ചം എന്താണെന്നോ പരിചയമില്ലാത്ത, താന്തോന്നികളും നികൃഷ്ടരും സാംസ്കാരികവും അതുപോലെ തന്നെ എല്ലാ രംഗങ്ങളിലും അധപ്പതിച്ച് നാശത്തിന്റെ പടുഗർത്തങ്ങളിലേക്ക് അകപ്പെട്ടു പോയിരുന്ന ജനവിഭാഗത്തിലേക്ക്, കള്ളും പെണ്ണും യുദ്ധവും മാത്രം ജീവിതത്തിന്റെ ഹോബിയായി കണ്ടെത്തി അതിനുവേണ്ടി മാത്രം തൻ്റെ ജീവൻ ഒഴിഞ്ഞു വെച്ച് നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ വർഷങ്ങളോളം കുടിപ്പകയും വിദ്വേഷവും വെച്ച് പുലർത്തി തമ്മിൽ യുദ്ധം ചെയ്ത് നാശമടഞ്ഞിരുന്നൊരു ജനത. താൻ മരിച്ചു പോയാൽ തന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ എന്നെ മറമാടണമെന്ന് സ്വന്തം മകളോട് വസിയത്ത് ചെയ്ത് കള്ളിന്റെ ആ ലഹരിയിൽ ഉന്മാദ നൃത്തം ചെയ്തിരുന്ന ആ ജനവിഭാഗത്തിലേക്ക്, പെൺകുട്ടിയാണ് ജനിക്കപ്പെട്ടതെന്നറിഞ്ഞു കഴിഞ്ഞാൽ അപമാനം താങ്ങാൻ പറ്റാതെ ആളുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സ്വന്തം മൺവെട്ടിയെടുത്ത് കുഞ്ഞുങ്ങളെ സ്വന്തം കൈകൊണ്ട് കുഴിച്ചു മൂടി മണ്ണിനടിയിലാക്കിയിരുന്ന മാതാപിതാക്കളുടെ കാലഘട്ടം. ഇവരെയൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നത്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ അത് ലോക ജനതക്കുള്ളതാണ്, ലോക മനുഷ്യർക്കുള്ളതാണ്, ലോക ജനവിഭാഗത്തിനൊന്നടങ്കം ഹിദായത്തിലേക്ക് നയിക്കുവാനും കൈപിടിച്ചു കൊണ്ടുപോകുവാനുമുള്ളതാണ്. ഒരുപാട് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഈ ലോകത്തിലേക്ക്. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ അയക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു. ആ പ്രവാചകന്മാരുടെ ഒക്കെ ആഗമനോദ്ദേശം മനുഷ്യർക്ക് വെളിച്ചം പകരാനുള്ളതായിരുന്നു, വിശ്വാസം നേടിക്കൊടുക്കുവാനുള്ളതായിരുന്നു. സമൂഹത്തിൽ ജീർണത നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ജീർണതയ്ക്കെതിരെ പൊരുതുവാനും വെളിച്ചത്തിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരുവാനും വേണ്ടിയായിരുന്നു പ്രവാചകന്മാർ അടങ്കലും നിയോഗിക്കപ്പെട്ടിരുന്നത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുന്നത് എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എല്ലാ മനുഷ്യരിലേക്കും. ഇനിയൊരു പ്രവാചകന്റെ നിയോഗമനമില്ല, ഇനിയൊരു പ്രവാചകന്റെ അവതരണമില്ല, ഒരു വേദഗ്രന്ഥത്തിന്റെ അവതരണമില്ല എന്നിരിക്കെ ഈ പരിശുദ്ധ ഖുർആനിന്റെ ആളുകളായ നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്യം വളരെ വലിയതാണ് എന്ന് നമ്മൾ ആമുഖമായി ഓർമ്മിക്കേണ്ടതുണ്ട്. കാരണം ഇത്രയും മതപ്പതിച്ച അങ്ങേയറ്റം ജീർണിച്ചവശരായ ജനവിഭാഗത്തെ കേവലം 23 വർഷങ്ങൾ കൊണ്ട് പ്രവാചകന് ഈ വെളിച്ചത്തിലൂടെ, ഈ വെളിച്ചം കയ്യിലേന്തിക്കൊണ്ട് ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരാൻ പ്രവാചകന് സാധിച്ചു എന്നുള്ളതാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ജനവിഭാഗങ്ങളിൽ ഏറ്റവും ഉത്തമ സമൂഹമായിട്ട്, ഏറ്റവും നല്ല സമൂഹമായിട്ട് വിലയിരുത്തി പദവി നൽകിയ ഒരു ജനവിഭാഗത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ പരിശുദ്ധ ഖുർആനിലൂടെ വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഏറ്റവും ഉത്തമ സമൂഹമാക്കി മനുഷ്യ മനസ്സിനോടാണ് ഖുർആൻ സംസാരിക്കുന്നത്.
നമ്മൾ ഉത്തമരാകണമെങ്കിൽ നമ്മുടെ മനസ്സാണ് നന്നാവേണ്ടത്. മനസ്സിനോടാണ് പരിശുദ്ധ ഖുർആന്റെ അഭിസംബോധനകൾ മുഴുവനും. അതുകൊണ്ട് തന്നെ ആദ്യമായി നമുക്ക് വേണ്ടത് പരിശുദ്ധ ഖുർആൻ. അത് പഠിക്കാൻ നമുക്ക് അവസരമുണ്ടാകണം. പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. കാരണം നമുക്കറിയാം, ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഖുർആൻ പഠിക്കാൻ അവസരമില്ലാത്ത, സ്വാതന്ത്ര്യമില്ലാതെ പരിശുദ്ധ ഖുർആൻ ഓതാനും ഊതാനും മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ട് നിന്നിരുന്നൊരു കാലഘട്ടം വിദൂരമല്ല, അല്ലേ? പരിശുദ്ധ ഖുർആൻ ഓതി കത്തം തീർക്കാനും രോഗികൾ വരുമ്പോൾ ഊതി കൊടുക്കാനും വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവായി പരിശുദ്ധ ഖുർആനിന്റെ മൂലയിലേക്ക് തള്ളപ്പെട്ടിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്നും അങ്ങിങ്ങായി പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിനെ വിലക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം കണ്ടുവരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അചഞ്ചലമായ അവരുടെ ത്യാഗസമ്പൂർണമായ ഇടപെടലിലൂടെയും അവരുടെ പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ നിരന്തരമായ പരിശ്രമങ്ങളിലൂടെയും ഇന്ന് പരിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ മലർക്കെ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. ഏതു രൂപത്തിലൂടെയും പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം നുകരാനുള്ള സൗകര്യങ്ങളും സന്ദർഭങ്ങളും നമ്മുടെ മുമ്പിൽ സംജാതമായത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹവും ഒരു പരീക്ഷണം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅത്കും, തീർച്ചയായും നിങ്ങൾക്ക് വന്നിരിക്കുന്നു, പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു, മൗഇളത്തുൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള സദുപദേശമാണത്. മൗഇളത്തുൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സദുപദേശമാണത്. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ഹൃദയത്തിലുള്ളതിന് ശമനവുമാണ്. വഹുദൻ വറഹ്മത്തൻ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് കാരുണ്യമാണ് ഖുർആൻ, സത്യവിശ്വാസികൾക്ക് സന്മാർഗമാണ് ഖുർആൻ. നോക്കൂ നിങ്ങൾ, ഖുർആനിന്റെ സവിശേഷതകൾ വിശദീകരിക്കുന്ന ഈ ആയത്തിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെല്ലുമ്പോൾ, അതിൻ്റെ ആശയങ്ങളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ ഒരു അനുഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പരിശുദ്ധ ഖുർആൻ കൊണ്ടാവുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് വീണ്ടും വിചാരം നടത്തേണ്ടതുണ്ട്. ഖദ് ജാഅത്തും മൗഇളത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള സദുപദേശമാണ് ഖുർആൻ എന്ന്. എന്താണ് ഉപദേശിക്കുന്നത് ഖുർആൻ? എന്തിലേക്കാണ് ഖുർആൻ വഴി കാണിക്കുന്നത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജനനം മുതൽ മരണം വരെയുള്ള, മരണം ശേഷമുള്ള അവന്റെ സ്ഥിതിവിശേഷങ്ങളെ കുറിച്ച് മുഴുവനും പ്രതിപാദിക്കുന്ന, മുഴുവനും ഉപദേശിക്കുന്ന, വഴി കാണിക്കുന്ന വെളിച്ചമാണ് പരിശുദ്ധ ഖുർആൻ. അവന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലേക്കും ആ പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശങ്ങളും മൗഇളത്തുകളും കടന്നു ചെല്ലുന്നുണ്ട്, നിർദ്ദേശിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അതിന്റെ പ്രത്യേകത തന്നെ. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ഹൃദയത്തിലുള്ള രോഗങ്ങൾ. ഏതാണ് ഹൃദയത്തിലുള്ള രോഗങ്ങൾ? ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് നമ്മളുടെ ഹൃദയത്തിന് ശമനമായി മാറുന്നത്, നമ്മളെ ഹൃദയത്തിന് സ്വദറിന് എങ്ങനെയാണ് ഖുർആൻ ശിഫയായി മാറുന്നത്? നമുക്കറിയാം, ഒരു രോഗവുമായി നമ്മളൊരു ഡോക്ടറെ സമീപിച്ചാൽ, എന്തെങ്കിലും ഒരു അസുഖമായി നമ്മളൊരു ഡോക്ടറെ സമീപിച്ചാൽ, ഡോക്ടർ ആദ്യം തന്നെ നമ്മളോട് കുറേ പഥ്യം കൽപ്പിക്കും, അല്ലേ? നിങ്ങൾ ഉപ്പ് കുറക്കണം, നിങ്ങൾ മാംസാദി ആഹാരങ്ങൾ കുറക്കണം, പൊരിച്ചതും കരിച്ചതും കുറക്കണം. അതുപോലെ തന്നെ വളരെ വ്യായാമം വേണം നിങ്ങളുടെ ശരീരത്തിന്, അതുപോലെ നിങ്ങൾ മിതമായ ഭക്ഷണം കഴിക്കാവൂ എന്നിത്യാദിയുള്ള ഒരുപാട് ഉപദേശങ്ങൾ ഡോക്ടർ നമ്മുടെ മുമ്പിൽ വെക്കും. അത് നമുക്ക് എന്താണ്? ഡോക്ടർ നൽകുന്ന ഉപദേശമാണ്. ഈ ഉപദേശങ്ങൾ നമ്മളെ ഹൃദയത്തിന്, ആ ഉപദേശങ്ങൾ നമ്മൾ പാലിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ശമനമുണ്ടാകുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഈ 114 അധ്യായങ്ങളിലും നമ്മളോട് നിർദ്ദേശിക്കുന്നത് നമ്മുടെ രോഗത്തിനുള്ള ശിഫയാണ്, നമുക്കുണ്ടാകേണ്ട, നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്ന രോഗങ്ങൾക്കുള്ള ശിഫയാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഉപദേശങ്ങളിലൂടെ, നിർദ്ദേശങ്ങളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്.
മനുഷ്യവർഗത്തിനാകമാനം എല്ലാ മനുഷ്യർക്കും, നോക്കൂ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ 20ഓളം സ്ഥലത്ത് യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞതായിട്ട് കാണാം. മനുഷ്യരോടാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. മനുഷ്യവർഗത്തിനാകമാനം സതുപദേശമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അജ്ഞത, അന്ധവിശ്വാസം, അനാചാരം, അസൂയ, അതുപോലെ തന്നെ മാനസികമായിട്ടുണ്ടാകുന്ന അഹങ്കാരം പോലെയുള്ള മാനസികമായ രോഗത്തിന് മുഴുവനുമുള്ള സിദ്ധൌഷധം പരിശുദ്ധ ഖുർആനാണ്. എന്നാൽ വിശ്വസിക്കാത്തവർക്കോ? നമുക്കറിയാം ഈ പരിശുദ്ധ ഖുർആൻ മൗഇളത്താണെന്ന് പറയുന്നു. വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, ഹൃദയത്തിലുള്ളവർക്ക് ശിഫയാണ്. വഹുദൻ, സന്മാർഗമാണ്. തെറ്റായ വഴിയിലൂടെ മനുഷ്യൻ ചരിക്കുമ്പോൾ അവരെ നേരായ മാർഗത്തിലേക്ക്, ഹിദായത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോരാനുള്ള ഒരു സന്മാർഗമാണത്. വറഹ്മത്തൻ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് അത് കാരുണ്യവുമാണ്. അപ്പോ നമുക്കറിയാം ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്, എന്ന് നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ തുടങ്ങി നമ്മൾ ഖുർആനിന്റെ ആളുകളാണെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ നമ്മൾ വീണ്ടും വിചാരം നടത്തേണ്ട അത്യാവശ്യമാണ്. കാരണം നമ്മളിൽ അർപ്പിതമായ ഉത്തരവാദിത്യം വളരെ അതിമഹത്തരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് കിട്ടിയ ഈ വെളിച്ചം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രബോധനം നടത്തിക്കൊണ്ട് ഈ ദിവ്യപ്രകാശം മനുഷ്യന്റെ ജീവിതത്തിലേക്ക്, മനുഷ്യ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അത് പ്രബോധനം ചെയ്യാനുള്ള ഭാരിച്ച ഉത്തരവാദിത്യം നമ്മളിൽ അർപ്പിതമായിരിക്കെ ഈ പരിശുദ്ധ ഖുർആൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് പഠിക്കാൻ നമ്മൾ അവസരം കണ്ടെത്തേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അപ്പോ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ സൂചിപ്പിച്ചു, കേവലം 23 വർഷം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ജീർണിച്ച ജനസമൂഹത്തെ ഏറ്റവും നല്ല സമൂഹമാക്കാൻ സാധിച്ചു എങ്കിൽ നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായ പരിവർത്തനം. നമ്മൾ ആഗ്രഹിക്കുന്നത്, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം, നമ്മൾ ലക്ഷ്യമിടുന്നത് പരലോകമോക്ഷം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതിലേക്കാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ നയിച്ചു കൊണ്ടുപോകുന്നതും. നമ്മുടെ ഈ നൈമഷികമായ ഈ ഭൗതിക ജീവിതത്തിനേക്കാൾ ഉപരി ശാശ്വതമായി പടച്ചവൻ നമുക്കൊരുക്കി വെച്ചിരിക്കുന്ന ആ പാരത്രിക ജീവിതത്തിലേക്കുള്ള മുന്നൊരുക്കമായിട്ടാണ് ഈ ഭൗതിക ജീവിതത്തെ, ഈ ദുന്യവിയായ ജീവിതത്തെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വില കൽപ്പിക്കാൻ പാടുള്ളൂ. കാരണം ഒരു പരീക്ഷണമാണ്. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ഈ ദുനിയാവ് എന്നത് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ആ കൃഷിയിടത്തിൽ വിത്ത് വിതക്കാനും കൃഷി ഇറക്കാനുമുള്ള മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകാനുള്ള ഒരു ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ളത്. മൂല്യപ്രമാണമായി അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സമൂഹത്തിനോട് പറഞ്ഞു, തന്റെ അവസാന നിമിഷത്തിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കും ഇസ്ലാമ ദീന. വല്ലാത്തൊരു ഉപദേശമായിരുന്നു പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് പ്രവാചകൻ പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇതാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിയമത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വറളിതുലക്കും ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ദീനായിട്ട്, ഇസ്ലാമിനെ മതമായിട്ട്, ഇസ്ലാമിനെ ജീവിക്കുവാനുള്ള മാർഗസരണിയായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇത് അംഗീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ നമ്മളോട് പറഞ്ഞതാണ്. ആ ദീനിന്റെ ആളുകളാണ് നമ്മൾ എന്നതാണ് നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഖുർആനിലൂടെ ഹിദായത്ത് നേടണ്ടേ നമുക്ക്, അതിലൂടെ പരലോകമോക്ഷം വേണ്ടേ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമുണ്ട്. വിശ്വാസികൾക്കത് ജീവിതത്തിൽ എന്ത്
അവസരമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും പ്രയാസമാണെങ്കിലും സൗകര്യമാണെങ്കിലും അനുഗ്രഹമാണെങ്കിലും വിപത്താണെങ്കിലും ശരി, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം പാരത്രിക ലക്ഷ്യമാണ് എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് സഹിക്കാനും പ്രവർത്തിക്കുവാനും ത്യാഗം ചെയ്യുവാനും തയ്യാറാകുമ്പോൾ തീർച്ചയായും ഒരു വിശ്വാസി പരിശുദ്ധ ഖുർആൻ അവൾക്ക് കാരുണ്യമാണ്, പരിശുദ്ധ ഖുർആൻ അവന് ഹിദായത്താണ്, പരിശുദ്ധ ഖുർആൻ അവന് മൗഇളത്താണ്. അപ്പോ ആ പരിശുദ്ധ ഖുർആനിന്റെ ആളുകളാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്താണ്? ആ പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നിട്ടുണ്ടോ? അതിന്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നിട്ടുണ്ടോ? ആ വെളിച്ചമാണോ എൻ്റെ വീട്ടിലുള്ളത്? എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിഖില മേഖലകളിലും എൻ്റെ കയ്യിലുള്ള വെളിച്ചം ഖുർആനാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയെ കുറിച്ച് ചോദിച്ചറിയാൻ ചെന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒരു സഹാബി ചെന്ന് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ജീവിതം എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കാൻ ചെന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശുദ്ധ ഖുർആനായിരുന്നു എന്നാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരാണ് നമ്മൾ. നമ്മുടെയും ജീവിതം പരിശുദ്ധ ഖുർആനായിരിക്കേണ്ടതില്ലേ? നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാർത്തെടുത്ത സമൂഹത്തിൽ പരിശുദ്ധ ഖുർആൻ വരുത്തിയ ആ പരിവർത്തനം എന്തായിരുന്നു എന്നുള്ളത്. എന്തായിരുന്നു പരിവർത്തനം? നമ്മള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ ഭാര്യമാർ, സഹാബി വനിതകൾ, അവർ ഖുർആൻ പഠിക്കാൻ വളരെയധികം ഔത്സുക്യം കാണിച്ചവരായിരുന്നു. കാരണം അത്രത്തോളം പരിവർത്തനം ആ ഖുർആൻ കൊണ്ട് അവർക്ക് ലഭിച്ചിരുന്നു ജീവിതത്തിൽ എന്നതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, തങ്ങളുടെ ഭർത്താക്കന്മാർ ജോലിക്ക് വേണ്ടി പോകുമ്പോ, രാവിലെ കൂലിവേലയ്ക്ക് വേണ്ടി പോകുമ്പോ തൻ്റെ ഭർത്താക്കന്മാരോട് അവർക്ക് ഉപദേശിക്കാനുണ്ടായിരുന്നത് മറ്റൊന്നുമല്ല. അവരുടെ മുമ്പിൽ അവർക്ക് വെക്കാനുണ്ടായിരുന്നത് വേറെ കാര്യങ്ങളൊന്നുമല്ല. അവരുടെ കുടുംബ സൗകര്യങ്ങളെ കുറിച്ചോ അവരുടെ ദുന്യവിയായ ആവശ്യങ്ങളെ കുറിച്ചോ അവരുടെ മറ്റു പലവിധ ആവശ്യങ്ങളെ കുറിച്ചോ ആയിരുന്നില്ല ആ സഹാബി വനിതകൾക്ക്, ആ മാതാക്കൾക്ക് അവരുടെ ഭർത്താക്കന്മാരോടും മക്കളോടും ഉപദേശിക്കാനുണ്ടായിരുന്നത്. മറിച്ച് തൻ്റെ ഭർത്താവ് രാവിലെ കൂലിപ്പണിക്ക് വേണ്ടി പടിയിറങ്ങുമ്പോ ഉമ്മറപ്പടി വരെ അനുകരിച്ചിരുന്ന തൻ്റെ ഭാര്യ തട്ടി വിളിച്ചുകൊണ്ട് അവരോട് പറയാറുണ്ടായിരുന്ന ഒരു ഉപദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവരെന്താ പറഞ്ഞത്? ഇത്തഖൽ മഹാരിമ, നിങ്ങൾ ഹറാമുകളെ സൂക്ഷിക്കണം കേട്ടോ. ഇയാക്കും വൽ കസ്ബുൽ ഹറാം, ഹറാമായ സമ്പാദ്യത്തെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഇയാക്കും വൽ കസ്ബുൽ ഹറാം, ഹറാമായ സമ്പാദ്യത്തെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിന് വേണ്ടി പോവുകയാണ്, കുടുംബത്തിന്റെ അത്താണിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. നിങ്ങൾ കുടുംബത്തിന്റെ വരുമാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇറങ്ങുന്നത്. നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നിങ്ങൾ പോകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അധികമായ ആവശ്യങ്ങളൊന്നുമില്ല. മറിച്ചൊന്നേ പറയാനുള്ളൂ, ഇയാക്കും വൽ കസ്ബുൽ ഹറാം, ഹറാമായ സമ്പാദ്യം നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. വനസ്ബിറു അലൽ ജുഇ വൽ മശഖ്ഖ, എത്ര പ്രയാസമുണ്ടെങ്കിലും വിശപ്പുണ്ടെങ്കിലും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വലാ നസ്ബിറു അലന്നാർ, നരകത്തെ തൊട്ട് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഈ ഖുർആൻ അവരിൽ ഉണ്ടാക്കിയ പരിവർത്തനമായിരുന്നു അത്. ഈ പരിശുദ്ധ ഖുർആൻ അവരിൽ ഉണ്ടാക്കിയ മാറ്റമായിരുന്നു അത്. നിങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഹറാമിന്റെ ഒരു തുള്ളി പോലും നമ്മുടെ കുട്ടികളുടെ വയറ്റിലേക്ക് കടത്താൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇയ്യാക്കും വൽ കസ്ബുൽ ഹറാം നസ്ബിറു അലൽ ജുഇ വൽ മശഖ്ഖ, എത്ര വിശന്നാലും കുഴപ്പമില്ല, എത്ര പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ സഹിക്കാം. വലാ നസ്ബിറു അലന്നാർ, പക്ഷേ നരകത്തെ തൊട്ട് സഹിക്കാൻ ഞങ്ങൾക്കാവില്ല എന്നാണ് ഉപദേശിച്ചത്.